കണ്ണൂർ പയ്യാവൂരിലെ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച 17-കാരിയുടെ അവയവം ദാനം ചെയ്തു. പയ്യാവൂർ സ്വദേശിനിയായ അയോന മോൻസന്റെ വൃക്കയാണ് ദാനം ചെയ്യുന്നത്. വിമാനമാർഗം വൃക്ക തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണിന്ന് നടന്നത്. കണ്ണൂർ ആസ്റ്റ മിംസിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അയോനയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ അനുവാദം നൽകിയതോടെ വിമാനമാർഗം വൃക്ക തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കേസോട്ടോ വഴി അവയവം സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്തിരുന്ന യുവതിയാണ് അവയവം സ്വീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണിത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, പക്ഷേ നമ്മള് ചെന്നൈയിലും ഡൽഹിയിലുമൊക്കെ അവർ ചണ്ഡീഗറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓർഗൻ. അവയവം എത്തിച്ച ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണമാണ് ഉണ്ടായതെന്ന് കേസോട്ടോ അധികൃതർ പ്രതികരിച്ചു. ഫുൾ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അതിന് നല്ല ഇൻഫോർമേഷൻ ഒക്കെ അവർ തന്നതുകൊണ്ട് വളരെ കറക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ പേപ്പർ വർക്ക്സും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടിട്ട് വന്നിട്ടില്ല. അയോന മോൺസന്റെ ലിവർ, കോർണിയ അടക്കമുള്ള മറ്റവയവങ്ങൾ തലശ്ശേരിയിലും കോഴിക്കോട്ടുമുള്ളവർക്കും ദാനം ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.